നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ 2025 പുതുവർഷം കർക്കിടകൻ രാശിക്കാരായ പുണർദങ്കാൽ, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്നാണ്. ആദ്യം പുതുവർഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം. ശനി ജനുവരി മുതൽ മാർച്ച് 29 വരെ നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്. മാർച്ച് 29 ശേഷം ശനി നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് രാശി മാറും. അതോടെ നിങ്ങളുടെ അഷ്ടമശനി ദോഷം മുഴുവനായിട്ട് മാറിക്കിട്ടും. ശനിയുടെ പോസിറ്റീവ് ഫലവും സൗഭാഗ്യവും കിട്ടാൻ തുടങ്ങും. നിങ്ങളുടെ ഭാഗ്യാധിപൻ വ്യാഴമാണ്. വ്യാഴം പുതുവർഷത്തിൽ 3 തവണ രാശി മാറുന്നുണ്ട്. ജനുവരി മുതൽ വ്യാഴം നിങ്ങളുടെ 11ാം ഭാവത്തിലാണ്. പറഞ്ഞ ലാഭസ്ഥാനത്താണ്. ലാഭസ്ഥാനത്തുള്ള വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യവും ധനലാഭവും ഉണ്ടാക്കും. ആഗ്രഹങ്ങൾ നടക്കും. മെയ് 14 വ്യാഴം നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് രാശി മാറും. 12ലുള്ള വ്യാഴം വരുമാനവും ലാഭവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെലവ് വർദ്ധിക്കും. ഒക്ടോബർ 18 വ്യാഴം വളരെ കുറച്ച് സമയം നിങ്ങളുടെ കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ ഈ സ്വന്തം രാശിയിലേക്ക് വരുന്ന വ്യാഴം കേന്ദ്രത്തിൽ അത് നിങ്ങൾക്ക് രാജയോഗപ്രദമായ ഗുണങ്ങളാണ് ഈ സമയത്ത് കിട്ടുക. നവംബർ 11 കർക്കിടകൻ രാശിയിൽ വക്രഗതിയിൽ പിറകോട്ട് സഞ്ചരിക്കും. എന്നിട്ട് ഡിസംബർ 5 വ്യാഴം വീണ്ടും നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് മാറും. പിന്നെ ഒരു വർഷം വ്യാഴം നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് ഉണ്ടാവുക. രാഹു വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ 9ാം ഭാവത്തിലാണ്. മെയ് 18 രാഹു വക്രഗതിയിൽ നിങ്ങളുടെ 8ാം ഭാവത്തിലേക്ക് രാശി മാറും. കേതു വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ 3ാം ഭാവത്തിലാണ്. മെയ് 18 കേതു വക്രഗതിയിൽ നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക് രാശി മാറും. സൂര്യദേവൻ എല്ലാ മാസവും രാശി മാറും. ജൂലൈ 16 മുതൽ ഒരു മാസം നിങ്ങളുടെ കർക്കിടകൻ രാശിയിലാണ് സൂര്യൻ. മറ്റെല്ലാ ഗ്രഹങ്ങളും ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തിൽ രാശി മാറിക്കൊണ്ടിരിക്കും. പുതുവർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ ഭാഗ്യാധിപൻ ലാഭസ്ഥാനത്തുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാഗ്യവും ധനലാഭവും ഉണ്ടാക്കാൻ പറ്റും. ഒപ്പം മാർച്ച് 29 മുതൽ നിങ്ങൾക്ക് ശനിദോഷവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതുവർഷത്തിൽ നിങ്ങൾക്ക് അവരവർ ചെയ്യുന്ന തൊഴിലിൽ പുരോഗതി ഉണ്ടാകാൻ പറ്റും. അതുപോലെ ബിസിനസ്സിൽ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആരോഗ്യപരമായിട്ട് 2025 നിങ്ങൾക്ക് മാർച്ച് 29 വരെ നിങ്ങൾ ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം. മാർച്ച് 29 ശേഷം നിങ്ങൾക്ക് ആരോഗ്യം കൂടുതൽ നല്ലതാവും. പിന്നെ നിങ്ങളുടെ ടെൻഷനൊക്കെ കുറഞ്ഞു തുടങ്ങും. പുതുവർഷം വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. അതുപോലെ ഉന്നത പഠനത്തിന്, വിദേശ പഠനത്തിന്, സ്വദേശത്ത് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ മെയ് 14 വരെ ഏറ്റവും നല്ല സമയമാണ്. മെയ് 14 ശേഷം നിങ്ങൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. തൊഴിൽപരമായിട്ട് 2025 നിങ്ങൾക്ക് വർഷാരംഭം മുതൽ ഏറ്റവും നല്ലതാണ്. എല്ലാ കാര്യത്തിലും നല്ല ആത്മധൈര്യത്തോടെ മുന്നേറാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതാകും. പുതിയ നല്ല തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരും. പിന്നെ അതുപോലെ തന്നെ ജോലിയിൽ പ്രൊമോഷൻ, ജോലി സ്ഥലത്ത് മറ്റുള്ളവരുടെ അതുപോലെ സുഹൃത്തുക്കളുടെയൊക്കെ സഹായ സഹകരണം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഉന്നത പദവിയുള്ള ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ്. ബിസിനസ് പരമായിട്ട് 2025 നിങ്ങൾക്ക് അനുകൂലമായ വർഷമാണ്. മെയ് 14 വരെ ഏറ്റവും നല്ലതാണ്. ബിസിനസ്സിലും കൂട്ടു ബിസിനസ്സിലും ലാഭം വർദ്ധിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ അതുപോലെ വ്യാപാരികൾക്കൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക് അതുപോലെ വിദേശ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ധനലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ശുക്രൻ നിങ്ങൾക്ക് വർഷം മുഴുവനും എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാക്കും. പിന്നെ ഒക്ടോബർ 11 മുതൽ ഡിസംബർ 5 വരെ വ്യാഴം നിങ്ങളുടെ കേന്ദ്രത്തിൽ വരുന്ന സമയം നിങ്ങൾക്ക് രാജയോഗപ്രദമായ ഗുണങ്ങൾ കിട്ടുന്ന സമയമാണ്. വിവാഹം നടക്കാൻ, അതുപോലെ നല്ല വിവാഹാലോചനകൾ കിട്ടാൻ, സന്താന ഗുണം വർദ്ധിക്കും. വീട് വയ്ക്കാൻ, വസ്തു വാങ്ങാൻ, അതുപോലെ പുതിയ വാഹനം വാങ്ങാനൊക്കെ അനുകൂലമാണ്. 2ലുള്ള കേതു നിങ്ങൾ സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾക്ക് ശത്രുക്കൾ വർദ്ധിക്കും. രാഹു കേതു നിങ്ങൾക്ക് വർഷം മുഴുവനും ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. ധനപരമായിട്ട് 2025 നിങ്ങൾക്ക് ഏറ്റവും നല്ല വർഷമാണ്. നല്ല ബുദ്ധി സാമർഥ്യത്തോടെ ധനലാഭയോഗം ഉണ്ടാക്കാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ലാഭവും ഉണ്ടാക്കാൻ പറ്റും. കുടുംബാംഗങ്ങളുടെ, മറ്റുള്ളവരുടെ എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും. കലാപരമായിട്ട് കഴിവുള്ളവർക്ക്, അതുപോലെ കായിക രംഗത്ത്, സോഷ്യൽ മീഡിയയിൽ, രാഷ്ട്രീയത്തിൽ, അതുപോലെ കാർഷിക രംഗത്ത്, റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്കൊക്കെ നല്ല നേട്ടങ്ങളും ലാഭവും ഉണ്ടാക്കാൻ ഈ പുതുവർഷത്തിൽ സാധിക്കും. മെയ് 14 ശേഷം നിങ്ങൾ തീരുമാനമെടുക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം. അതുപോലെ പണമിടപാടുകളിലൊക്കെ നല്ല ശ്രദ്ധ വേണം. മറ്റെല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ്. കേന്ദ്രത്തിൽ വരുമ്പോൾ നിങ്ങൾക്കത് രാജയോഗപ്രദമായ ഗുണങ്ങളൊക്കെ കിട്ടും. ഇനി നിങ്ങൾ മെയ് 14 മുതൽ വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് കൊണ്ട്, പിന്നെ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നത്, പിന്നെ അതുപോലെ തന്നെ ഓം നമഃശിവായ ദിവസവും ചൊല്ലുന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവും ധനലാഭവും വർദ്ധിക്കും.
എല്ലാ കർക്കിടകൻ രാശിക്കാർക്കും പുതുവർഷം എല്ലാവിധ സൗഭാഗ്യവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്